ഇന്നിപ്പോൾ എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നതാണ്. ചേച്ചിക്ക് ഇന്ന് ജോലിക്ക് പോകണം, അമ്മയ്ക്കും ഇന്ന് ജോലിക്ക് പോകണം. അപ്പം വീട്ടിൽ മോങ്കുട്ടനും റബേക്കയും കുട്ടപ്പനുമായിരുന്നു ഉണ്ടായിരുന്നത്. പപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മോങ്കുട്ടൻ ഭയങ്കര കഠിനാധ്വാനിയാവും. അപ്പം ഇന്ന് ചെടികൾ നടാൻ വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സ് റെഡിയാക്കുവാണ്. അപ്പം ഞാൻ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. യൂഷ്വലി ഞാൻ അങ്ങനെ സിനിമയൊന്നും കാണുന്ന ആളല്ല. സിനിമ അവിടെ ഓടുന്നുണ്ടെങ്കിലും നമ്മൾ വേറെ പല പരിപാടിയിലുമാണ്. മോങ്കുട്ടൻ സ്വന്തമായിട്ട് പോപ്കോണൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അവൻ പറഞ്ഞു സിനിമ കാണുമ്പോൾ പോപ്കോൺ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ എനിക്ക് പോപ്കോൺ ഉണ്ടായിക്കൊണ്ട് വന്നത്. പിന്നെ ഇതൊക്കെ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന സുവർണ അവസരങ്ങളാണ്. എപ്പോഴും അവൻ ഈ ഒരു മൂഡിലൊന്നും ആയിരിക്കില്ല. റബേക്ക നിന്നും ഇരുന്നും കിടന്നുമൊക്കെയാണ് സിനിമ കാണുന്നത്. സാധാരണ അവളും കാണാറില്ല. ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, രണ്ടുപേരും ഇരുന്ന് കാണുന്നുണ്ട്. സാധാരണ വെള്ളമൊക്കെ ചോദിച്ചാൽ എടുത്തു തരാത്ത മോങ്കുട്ടൻ പപ്പയുടെ പണിയിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ഒട്ടി നിൽക്കുന്നുണ്ട്. സിനിമ മൊത്തമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. പകുതിയായപ്പോഴത്തേന് ഇവർ പുറത്ത് കളിക്കാനിറങ്ങി. പിന്നെ ഞാനും അവരുടെ കൂടെ വന്നു. സാധാരണ എല്ലാവരും ചവറ് പുറത്തോട്ടല്ലേ കൊണ്ടുവന്ന് കളയുന്നത്. ഇവർ പുറത്തുള്ള സാധനങ്ങൾ സൈക്കിളിൽ കയറ്റി അകത്തോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ എപ്പോഴും ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊന്നും ആയിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ അടിയും ബഹളവും കരച്ചിലും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അവരൊറ്റക്കെട്ടാവും, നമ്മളെ പുറത്താക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതിലൊന്നും വലുതായിട്ട് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ചേച്ചി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ അവളുടെ പയറിന്ന് എനിക്ക് കുറച്ച് പയറൊക്കെ തന്നു. അവൾക്ക് കുറച്ച് അമരക്കയും വളർന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അമരക്കയൊന്നും നട്ടിട്ടില്ല. ഇനി പൊതുവേ ചേച്ചിയുടെ വീട്ടിലുള്ള ദിവസങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇവരുടെ കൂടെ നടന്ന് ഇവരുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേനും സമയം അങ്ങ് പോവും. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതായിരിക്കും. താങ്ക് യു.